BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ ഒരു മൾട്ടി സ്റ്റാർ പടം പോലെയാണ്. എല്ലാവരും നായകന്മാർ, എല്ലാവർക്കും ഒരേ സമയം ഡയലോഗും പറയണം, എല്ലാവർക്കും ഒരേ കസേരയിൽ തന്നെ ഇരിക്കുകയും വേണം. പുറമെ നോക്കിയാൽ ശത്രുക്കൾ CPM-ഉം BJP-യുമാണ്. പക്ഷേ ഉള്ളിലേക്ക് നോക്കിയാൽ അംഗം നടക്കുന്നത് സ്വന്തം കൂടാരത്തിനുള്ളിൽ തന്നെ. 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ടും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന മട്ടിൽ ഗ്രൂപ്പിസവും താൻ പോരിമയും കൊണ്ട് അമ്മാനമാടുകയാണ് നേതാക്കൾ. 10 വർഷം വിട്ടുനിന്ന അധികാരം തിരിച്ചുപിടിക്കാൻ പടയൊരുക്കം നടത്തേണ്ട സമയത്ത് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ ആവോളം വിഭവങ്ങൾ മുന്നിൽ ഉണ്ടായിട്ടും ചട്ടുകത്തിന് വേണ്ടി തമ്മിലടിക്കുന്ന പാചകക്കാരുടെ അവസ്ഥയിലാണ് KPCC. സ്വന്തം അണികളെ കൊണ്ടുപോലും മൂക്കത്ത് കൈവെപ്പിക്കുന്ന നേതാക്കളുടെ ഈ താൻ പോരിമ രാഷ്ട്രീയം നിരീക്ഷകർക്ക് പോയിട്ട് സ്വന്തം അണികൾക്ക് പോലും ദഹിക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് ജയിക്കുമോ എന്നതിനേക്കാൾ നേതാക്കളുടെ ആശങ്ക ജയിച്ചാൽ ആരാകും മുഖ്യമന്ത്രി, സത്യപ്രതിജ്ഞയ്ക്ക് ഏത് തയ്യൽക്കാരനെ കൊണ്ട് കോട്ട് തയ്പ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളിലാണ്. 2016 ചെന്നിത്തലയ്ക്ക് വേണ്ടി ഒരക്ഷരം പോലും മിണ്ടാതെ പ്രതിപക്ഷ നേതൃസ്ഥാനം വഴിമാറിക്കൊടുത്ത ഉമ്മൻചാണ്ടിയുടെ ആ പഴയ ഉദാര മനസ്കതയൊന്നും ഇന്നത്തെ നേതാക്കളുടെ നിഘണ്ടുവിലേയില്ല. പാർട്ടി എന്നാൽ അവിടെ ത്യാഗവും കൂടിയാണെന്ന വാക്കിന് പകരം തക്കം പാർക്കൽ എന്നാണ് നേതാക്കൾ വായിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സർക്കാരിനെ താഴെ ഇറക്കാൻ തക്കവണ്ണം ഒന്നല്ല നിരവധി വിഷയങ്ങൾ കിട്ടിയിട്ടും അത് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടു. നേതാക്കൾ പരസ്പരം വീട് പലക്കുന്ന തിരക്കിലായതിനാൽ സർക്കാരിന് കാര്യങ്ങൾ എളുപ്പവുമായി. ഇതോടെ തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും കോൺഗ്രസ് എന്നും ഒന്നാണെന്ന് അവർ തന്നെ തെളിയിക്കുകയാണ്. തോറ്റാൽ ഉടൻ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കും, ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ ഉടൻ വാളെടുത്ത് പരസ്പരം വെട്ടും. രമേശ് ചെന്നിത്തല ഇന്നും 2021 ആ ആഘാതത്തിൽ നിന്നും മുക്തമായിട്ടില്ല. VD സതീശൻ മൈക്ക് എടുക്കുമ്പോൾ ചെന്നിത്തലയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ പഴയ പ്രതിപക്ഷ നേതാവ് ഉണരുകയും അത് പലപ്പോഴും പരസ്യമായ വിയോജിപ്പുകളുടെ പുകപടലങ്ങളായി പുറത്തു വരികയും ചെയ്യുന്നു. താൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ ആക്രമണോത്സുകത മറ്റാർക്കും ഇല്ലെന്ന തോന്നൽ അദ്ദേഹത്തെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. ചെന്നിത്തലയെ മാറ്റി സതീശനെ കൊണ്ടുവന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനം തലമുറ മാറ്റമായി വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും അത് ചെന്നിത്തല എന്ന മുതിർന്ന നേതാവിനെ മാനസികമായി അകറ്റി. ഇന്നും തന്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുകയുമാണ്. അതേസമയം ഇടക്കാലത്ത് രൂപം കൊണ്ട VD-KS അച്യുതണ്ടിനുള്ളിലും രസതന്ത്രം അത്ര സുഖകരമായിരുന്നില്ല. 2023 പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചുള്ള വരവിൽ വാർത്താ സമ്മേളനത്തിൽ വെച്ചുണ്ടായ മൈക്ക് വിവാദം അതിനൊരു ഉദാഹരണമായിരുന്നു. പത്രപ്രവർത്തകരെത്തി മൈക്കൊക്കെ നിരന്നു കഴിഞ്ഞ് ആദ്യം സംസാരിക്കാൻ ഒരുങ്ങിയിരുന്ന VD സതീശനോട് ഞാനല്ലേ അധ്യക്ഷൻ, ഞാൻ പറഞ്ഞോളാമെന്ന് മൈക്ക് ഓൺ ആണെന്ന് അറിയാതെ സുധാകരൻ കയർക്കുന്നതും ജനങ്ങൾ കേട്ടത് പാർട്ടിക്കുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല. എന്നാൽ താൻ അങ്ങോട്ട് പറ എന്നും പറഞ്ഞ് മൈക്കുകൾ സാവധാനം സുധാകരന്റെ മുന്നിലേക്ക് നീക്കിവെച്ച് എന്തോ വല്ലാത്ത തൊണ്ടവേദന എന്ന് പറഞ്ഞ സതീശൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ അവഗണിച്ചതും കേവലം ഒരു തർക്കമായിരുന്നില്ല, മറിച്ച് നേതൃത്വത്തിന്റെ ഏകോപനമില്ലായ്മയുടെ പരസ്യമായ പ്രകടനമാണ്. ഞാൻ തുടങ്ങി വെച്ചോളാം, നിങ്ങൾ പറഞ്ഞോളൂ. അവർക്കത് ചോദിക്കാനുണ്ട്. പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതെ, അതല്ല അവർക്ക് ചോദിക്കാനുണ്ടോ എല്ലാം കെ സുധാകരൻ എന്ന MP-യും മുൻ KPCC അധ്യക്ഷനുമായിരുന്ന സുധാകരൻ പാർട്ടി വിലക്കിന് മറികടന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ വടിവാൾ എടുത്തു നിന്നതും 3-4 ദിവസം പാർട്ടിയെ മുൾമുനയിൽ നിർത്തിയതും കോൺഗ്രസിന്റെ അന്നേ വരെ ഉണ്ടായിരുന്ന മോഹ കൊട്ടാരങ്ങളെ ചീട്ട് കൊട്ടാരം പോലെ തകർക്കുന്ന നടപടിയായിരുന്നു. മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് പിറ്റേന്ന് മത്സരിച്ചാൽ എന്താ എന്ന് ചോദിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി ഹൈക്കമാൻഡിനെ പോലും വട്ടം കറക്കി. അദ്ദേഹം ഇപ്പോഴും അയഞ്ഞിട്ടില്ല എന്ന വാർത്തകൾ നൽകുന്ന സൂചന പാർട്ടിയേക്കാൾ വലുത് വ്യക്തിപരമായ ഇമേജ് ആണെന്ന പഴയ കോൺഗ്രസ് രോഗം സുധാകരനെയും വല്ലാതെ പിടിമുറുക്കിയിരിക്കുന്നു എന്നാണ്. സുധാകരന്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനങ്ങളും സതീശന്റെ ഹൈടെക് ശൈലിയും പലപ്പോഴും കൂട്ടിമുട്ടുന്നത് പ്രവർത്തകർ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. A ഗ്രൂപ്പും I ഗ്രൂപ്പും ഒക്കെ ചരിത്രമായപ്പോൾ പകരം വന്നത് KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പുതിയ അധികാര കേന്ദ്രങ്ങളാണ്. ഡൽഹിയിലിരുന്ന് നൂല് വലിക്കുമ്പോൾ കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നുണ്ടെങ്കിലും അടിത്തട്ടിലെ പ്രവർത്തകർക്ക് ലഭിക്കുന്നത് പഴയ പാരവെപ്പ് തന്നെയാണ്.
അധികാരം കിട്ടുമെന്ന് ഉറപ്പായാൽ ഉടൻ തുടങ്ങുന്ന ഈ വടംവലി ജനങ്ങൾ കാണുന്നുണ്ടെന്ന ബോധം മാത്രം നേതാക്കൾക്കില്ല. കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ തമ്മിലടിച്ചപ്പോഴെല്ലാം അവർക്ക് അധികാരം നഷ്ടപ്പെട്ടതായി കാണാം. ലീഡർ കെ കരുണാകരൻ, AK ആന്റണി കാലഘട്ടത്തിൽ ഗ്രൂപ്പ് പോര് അതിന്റെ അത്യുന്നതിയിൽ നിന്നപ്പോൾ പാർട്ടി പിളരുകയും ഭരണം നഷ്ടപ്പെടുകയും ചെയ്തത് കേരളം കണ്ടതാണ്. ഉമ്മൻചാണ്ടി ചെന്നിത്തലയ്ക്ക് വേണ്ടി വിട്ടുനിൽക്കാൻ തയ്യാറായ ചില സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും താഴെത്തട്ടിൽ I ഗ്രൂപ്പും A ഗ്രൂപ്പും തമ്മിലുള്ള വടംവലി എന്നും പാർട്ടിയെ തളർത്തിയിട്ടേ ഉള്ളൂ. ഈ ചരിത്രമൊക്കെ ഇവർക്ക് മുന്നിലുണ്ട്. എങ്കിലും ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കില്ലെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ നിർബന്ധമുണ്ട്. ഇതൊരു നാടകമാണെന്ന് സങ്കല്പിച്ചാൽ അതിലെ പ്രധാന രംഗം ഹൈക്കമാൻഡാണ്. ആരാണ് ഈ ഹൈക്കമാൻഡ്? ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രാഹുൽ ഗാന്ധിയും ഡൽഹിയിൽ ഇരുന്ന് കേരളത്തിലെ നൂലുകൾ വലിക്കുന്ന KC വേണുഗോപാലും പാർട്ടിയെ തളർത്തുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. വേണുഗോപാലിന്റെ ചരടുവലികൾ കേരളത്തിലെ പ്രാദേശിക സമവാക്യങ്ങളെ തെറ്റിക്കുമ്പോൾ ഹൈക്കമാൻഡ് എന്നത് വെറുമൊരു പുകമറയായി മാറുന്നു. താഴെത്തട്ടിൽ പാർട്ടി കത്തുമ്പോൾ മുകളിൽ ഐക്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു സംഘടനാ ദൗർബല്യം കോൺഗ്രസിനെ കാർന്നു തിന്നുകയാണ്. കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിയാതെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ നോക്കി മാത്രം തൂക്കം നിശ്ചയിക്കുന്ന ഈ ഹൈക്കമാൻഡ് ശൈലിയാണ് കേരളത്തിലെ നേതാക്കൾക്ക് തന്നിഷ്ടം പ്രവർത്തിക്കാൻ ലൈസൻസ് നൽകുന്നത്. ഓരോ നേതാവും സ്വന്തം ഗ്രൂപ്പ് ശക്തിപ്പെടുത്താൻ കാണിക്കുന്ന ആവേശം സർക്കാരിനെ താടിയിറക്കാൻ കാണിച്ചിരുന്നെങ്കിൽ കേരളം അന്നേ മറ്റൊരു രാഷ്ട്രീയ ചിത്രത്തിലേക്ക് മാറിയേനെ. VM സുധീരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇടയ്ക്കിടെ നടത്തുന്ന ആദർശ വെടിവെപ്പുകൾ കൂടി ചേരുമ്പോൾ ആശയക്കുഴപ്പം പൂർത്തിയാകുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ മുഖ്യമന്ത്രിയാകാൻ കോപ്പ് കൂട്ടുന്ന നേതാക്കളുടെ എണ്ണം കോൺഗ്രസിൽ വർദ്ധിച്ചു വരികയാണ്. ജനവിധി വരുന്നതിന് മുൻപേ കസേരയ്ക്കായി അടിപിടി കൂടുന്നത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കുന്ന ഒന്നാണ്. അധികാരം കിട്ടുമെന്ന് അശരീരി കേട്ട ഉടനെ തുടങ്ങിയ ഈ പടപ്പുറപ്പാട് ജനങ്ങൾ കാണുന്നുണ്ടെന്ന ബോധം നേതാക്കൾക്കില്ല. ഇത്തവണ കൂടി അധികാരം കൈവിട്ടു പോയാൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നത് ഈ നേതാക്കൾ തിരിച്ചറിയാതെ പോകരുത്. വോട്ടർമാരുടെ മനസ്സറിഞ്ഞ് ഐക്യത്തോടെ നീങ്ങുന്നതിന് പകരം ഇപ്പോഴും തമ്മിലടിക്കുന്ന നേതാക്കൾ ജനവികാരത്തെയും താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകരെയും പൂർണ്ണമായും വിസ്മരിക്കുകയാണ്. രാവിലെ മുതൽ രാത്രി വരെ പാർട്ടിക്കായി തെരുവിലിറങ്ങുന്ന പാവം അണികൾക്ക് മുന്നിൽ ഒരു വെളിച്ചമാകേണ്ട നേതാക്കൾ ഇങ്ങനെ ഇരുട്ടിൽ തപ്പുകയല്ല വേണ്ടതെന്നാണ് താഴെത്തട്ടിലുള്ള അണികളുടെ പൊതുവികാരം. വിമർശനങ്ങൾക്കും പടലപ്പിണക്കങ്ങൾക്കും ഇടവേള നൽകി ഒത്തൊരുമയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ അധികാരമില്ലാത്ത ഗ്രൂപ്പുകൾ മാത്രമുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് തുടർന്നേക്കുമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അധികാരമില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന് കഴിയില്ല. എന്നിട്ടും ഈ അവസാന ലാപ്പിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും മുഖ്യമന്ത്രി കസേരയ്ക്കും വേണ്ടി അടികൂടുന്നത് തുടർന്നാൽ ഭരണപക്ഷത്തിന് മൂന്നാം മൂഴത്തിന് വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല. അതേസമയം UDFന്റെ പ്രമുഖ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഒരക്ഷരം ഉരിയാടാത്തതും കൊടപ്പനക്കൽ തറവാട്ടിലിരുന്ന് കോൺഗ്രസിലെ ഈ പല്ലിൽ കുത്തൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് UDF പാളയത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന പൊട്ടിത്തെറി ഭയാനകമായിരിക്കും. കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവിലൊക്കെ നടക്കട്ടെ, പക്ഷേ ഒടുവിൽ ഫലം പുറത്തു വരുമ്പോൾ വിപരീതമായാൽ ഇപ്പോൾ ഈ കൈയും കെട്ടി എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖ ഘടകകക്ഷി തന്നെ കൂട്ടത്തോടെ പാളയം വിടുമോ എന്നും കാത്തിരുന്ന് കാണേണ്ട സാഹചര്യമായിരിക്കും വരാൻ പോകുന്നത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.